എൻ്റെ പേര് ഫാത്തിമ തസ്നീം. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ക്യാമ്പസുകളിൽ സുഹൃത്തുക്കളായവർ തമ്മിൽ ഒന്നിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം? മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തിന് എന്തിനാണ് ലിംഗവിവേചനം? ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്നാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? എന്ത് കാര്യത്തിന് വിമർശിച്ചാലും അത് ചെയ്താൽ ആകാശം പൊളിഞ്ഞു പോകുമെന്നാണ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. ഇവിടെ ലോകത്താകെ ഉള്ള പ്രശ്നം ആകാശം പൊളിഞ്ഞു വീഴലാണ്. ആകാശം പൊളിഞ്ഞു വീഴില്ലെങ്കിൽ പിന്നെ എന്തും ആകാന്നാണ്. എന്ത് ചെയ്താലും അവിടെ ആകാശം പൊളിഞ്ഞു വീഴുക. ഇവരെന്നെ വീക്ഷണത്തിൽ തെറ്റാന്ന് ഒരു വിചാരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ഒരാളെ കൊന്നാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? കഞ്ചാവ് ഉപയോഗിച്ചാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? കള്ളുടിച്ചാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? ഒന്നുമില്ലല്ലോ. പിന്നെ ഇത് പറയുമ്പോൾ മാത്രം ഇത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വ്യാജമായ, കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഹരം തോന്നുന്ന മറുചോദ്യങ്ങളാണ് ഇതൊക്കെ. അതിന് ലിംഗവിവേചനമില്ലാതെ, അത് ഓല ഭാഷയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു അതിരുകളും ഇല്ലാതെ കൗമാരപ്രായത്തിലും യൗവനപ്രായത്തിലും ഒക്കെ ഇടകലർന്നാൽ ആകാശം പൊളിഞ്ഞു വീഴും എന്നല്ലല്ലോ നമ്മുടെ വാദം. അതാണെങ്കിലല്ലേ ആകാശം പൊളിഞ്ഞു വീഴുമെന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ആകാശം പൊളിഞ്ഞു വീഴുന്നല്ല, അതുകൊണ്ട് ഉണ്ടാകും എന്ന് പറയണ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതില്ല എന്നവർ പറയട്ടെ. അതില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതില്ല എന്ന് സ്ത്രീകൾ പറയുന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അത് പലപ്പോഴും ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആണുങ്ങളുണ്ടല്ലോ, അവരാണ് ശരിക്കും കാപഢ്യത്തിന്റെ ലോകത്തിലെ നമ്മളെന്താ പറയുക ഏറ്റവും പരമോന്നത അവാർഡ് കൊടുക്കണമെങ്കിൽ ഓർക്കാണ് കൊടുക്കേണ്ടത്. കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ അതിരുകളില്ലാതെ ഇടപഴകാൻ അനുവദിച്ചാൽ അതിൽ നിന്ന് ലൈംഗിക ആസ്വാദനം ഉണ്ടാകുന്നത് പുരുഷനാണ്. സാധാരണ നിലക്ക് പുരുഷനാണ്. അത് പുരുഷന്മാർക്ക് ഉണ്ടാവും. ഓരോ ശരീരത്തിനും മനസ്സിനും ഹോർമോൺ വ്യവസ്ഥക്കൊന്നും പ്രത്യേകിച്ച് തകരാറൊന്നുമില്ലെങ്കിൽ അവരുടെ ലൈംഗിക വ്യവസ്ഥ ആരോഗ്യമുള്ളൊരു ലൈംഗിക വ്യവസ്ഥയാണെങ്കിൽ അത് സ്വാഭാവികമായി തന്നെ അവർക്ക് ഉണ്ടാവും. അതില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളവ്. സ്വന്തം ശരീരത്തിന്റെ അനുഭവങ്ങളെപ്പോലും മൂടി വെച്ചുകൊണ്ടാണ്, സ്വന്തം മനസ്സിനുണ്ടാകുന്ന ആനന്ദത്തെ പോലും മൂടി വെച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള അതിരുകളില്ലാത്ത അത്തരം ഇടപെടലുകൾ വഴി അവർക്കുണ്ടാകുന്ന അനുഭൂതികളെ വളരെ കപടമായി മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ പിന്നെ ഈ പറയുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ സ്വതന്ത്രമായി ഇടപഴകുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറ്റും? ഇവർ ചോദിക്കുക, പരസ്പരം കൈ കൊടുത്താൽ ആകാശം പൊളിഞ്ഞു വീഴോ? ഇല്ല, അതുകൊണ്ട് പരസ്പരം കൈ കൊടുക്കാം. പരസ്പരം കെട്ടിപ്പിടിച്ചാൽ ആകാശം പൊളിഞ്ഞു വീഴോ? ഇല്ല, അതുകൊണ്ട് കെട്ടിപ്പിടിക്കാം. ചുംബിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴോ? ഇല്ല, അതുകൊണ്ട് ചുംബിക്കാം. ഇവരെ വർത്താനം കേട്ടാൽ തോന്നുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നു. ആകാശം ഇടിഞ്ഞു വീഴൂല. ആകാശം ഇതിനൊന്നും ഇടിഞ്ഞു വീഴൂല. കാരണം ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അവരുടെ ശരീരം കൊണ്ട് ഈ രീതിയിലെല്ലാം പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ ആ പ്രവർത്തനം ആത്യന്തികമായി അത് നന്മയാണോ ധർമ്മമാണോ, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് നന്മയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അടിസ്ഥാനപരമായ കുഴപ്പം എന്താ വെച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരം ആഗ്രഹിക്കുന്ന ലൈംഗികമായ അനുഭൂതി എന്ന് പറയുന്നത് ഒരു പെൺ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു പെണ്ണിന്റെ കേവലമായി ശരീരം കിട്ടിയാൽ തന്നെ അവന് ലൈംഗികമായ അനുഭൂതികൾ പല നിലക്ക് ആസ്വദിക്കാൻ കഴിയും. അതേസമയം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗികമായ അനുഭൂതി എന്ന് പറയുന്നത് അവൾക്ക് മാനസികമായ വിശ്വാസമുള്ള, അവളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള, അവൾക്ക് ആഴത്തിൽ ആത്മബന്ധമുള്ള ഒരു പുരുഷനിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വളരെ സ്വതന്ത്രമായ ഇടപഴകലുകൾ അനുവദിക്കുമ്പോൾ ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെ ഇരിക്കേണ്ട ആവശ്യമില്ല. ആണും പെണ്ണും ഇടകലർന്നിരിക്കാം, തൊട്ടുരുമ്മി ഇരിക്കാം എന്ന് പറയുന്നു. ആ തൊട്ടുരുമ്മി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാവം പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഒന്നും തോന്നണമൊന്നും ഉണ്ടാവില്ല. അത് ശരിയായിരിക്കും. പക്ഷെ ആണങ്ങനല്ല, അപ്പുറത്തിരിക്കണ ആണങ്ങനല്ല. അവൻ നിങ്ങളൊന്നും അറിയാതെ ലൈംഗികമായ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഭവിക്കാം, അവന് ആസ്വദിക്കാം. അവന് കണ്ടാ ഭയങ്കര പാവാന്ന് വിചാരിക്കും, ഭയങ്കര സ്വാതന്ത്ര്യത്തിന്റെ വർത്താനം പറയുണ്ടാവും, നിങ്ങളോട് സമത്വത്തിന്റെ വലിയ പ്രഘോഷണങ്ങൾ നടത്തുന്നുണ്ടാവും. പക്ഷെ അയാളുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതൊന്നുമല്ല. അയാളുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വേറെയാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. പാവം പെൺകുട്ടികളെ വിചാരിക്കും അവർ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണല്ലോ, നമ്മളെല്ലാവരും സമത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ഒരു സമത്വമല്ല. കാരണം നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, അയാൾക്ക് പലതും കിട്ടുന്നുണ്ട്. എന്ത് സമത്വമാണത്?
ആ ഇടകലർന്നിരുത്തത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ആസ്വാദനപരമായ അനുഭൂതിപരമായ ഈ തരം പിന്നെ എല്ലാ തരം നേട്ടങ്ങളും ഉണ്ടാകുന്നത് പുരുഷനാണ്. പുരുഷന് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആസ്വദിക്കാനുള്ള അവസരങ്ങളാണ് കൊടുക്കുന്നത്. നിങ്ങൾ പരസ്പരം ആശ്ലേഷിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിനെ ആശ്ലേഷിച്ചാൽ പോലും പുരുഷന് അനുഭൂതി ഉണ്ടാകും. അതേസമയം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, വളരെ കാഷ്വലായി ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. പക്ഷെ ആണിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അനുഭൂതികൾ ഉണ്ടാവുന്നു. പാവം പെൺകുട്ടി ഇത് ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിക്കുന്നു. സ്നേഹം തന്നെയാണത്, ഭയങ്കര സ്നേഹമാണ്. നമ്മൾ പലപ്പോഴും ക്യാമ്പസുകളിലെ പ്രണയബന്ധങ്ങളെ പറ്റി പറയാറുള്ളത് പോലെ പുരുഷൻ, വളരെ സ്വാർത്ഥനായ പുരുഷൻ എങ്ങനെയെങ്കിലും പെണ്ണിന്റെ ശരീരത്തെ ആസ്വദിക്കാൻ വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി നടത്തുന്ന പലതരം ഷോകളാണ് ഇതെല്ലാം. അതിൽ നിന്ന് അയാൾക്കുണ്ടാകുന്ന, അതുകൊണ്ടാണ് ഞാൻ ഇത് ആണുങ്ങളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കപടമായി വർത്തമാനം പറയുന്നതെന്ന് പിന്നെ പറയാനുള്ള കാരണം. പെണ്ണ് ബോഡി എക്സ്പോസ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് പെൺബുദ്ധിജീവികൾ ചോദിക്കുമ്പോൾ ശരിക്കും അതിൽ അത്ര വലിയ കാപട്യൊന്നുമില്ല. അവർ ചിലപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കണമായിരിക്കും. കാരണം ആണുങ്ങൾ ബോഡി എക്സ്പോസ് ചെയ്താൽ ചിലപ്പോൾ അവർക്കൊന്നും തോന്നുന്നുണ്ടാവില്ല. അതേസമയം പെണ്ണിന്റെ ബോഡി എക്സ്പോസ് ചെയ്താൽ പുരുഷനിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ വേറെ തന്നെയാണ്. അതൊരു പുരുഷനറിയാം, വേറെ ആർക്കും അറിഞ്ഞിട്ടില്ലെങ്കിലും പുരുഷനറിയാം. ഇപ്പോൾ പിന്നെ മടിയിലിരുന്നാൽ, ആണും പെണ്ണും ഇടകലർന്ന് മടിയിലിരുന്ന എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ശരിക്ക് അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആണുങ്ങളോടാണ് ചോദിക്കേണ്ടത്. വളരെ ആത്മാർത്ഥമായ പുരുഷന്മാർ സംസാരിക്കുകയാണെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ കൺസെന്റ് ആണല്ലോ പുതിയ ലോകത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കൺസെന്റ് ആണ്. ആ ഒരു യുക്തി വെച്ച് മാത്രം നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവർ പറയുന്ന ജെൻഡർ ന്യൂട്രൽ സ്പേസുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പെണ്ണിന്റെ ഒരു കൺസെന്റും ഇല്ലാതെ, പെണ്ണിന്റെ അനുവാദം പോയിട്ട് പെണ്ണിന്റെ അറിവ് പോലും ഇല്ലാതെ ഒരുപാട് സ്ത്രീ ശരീരങ്ങളെ പുരുഷന്മാർക്ക് നിർബാധം സ്വതന്ത്രമായി ആസ്വദിക്കാനുള്ള അവസരങ്ങളാണ് ഈ ജെൻഡർ ന്യൂട്രൽ സ്പേസുകൾ വഴി ഉണ്ടാവാൻ പോണത്. പെണ്ണുങ്ങളെ കൺസെന്റ് പോയിട്ട് പെണ്ണുങ്ങളത് അറിയണ പോലും ഉണ്ടാവില്ല. അവിടെ ആണിനും പെണ്ണിനും ഒരേപോലത്തെ വസ്ത്രം മതി. ആണ് എത്രത്തോളം ബോഡി എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെണ്ണും എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആണ് എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് ചിലക്കൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല. പക്ഷെ പെണ്ണ് എക്സ്പോസ് ചെയ്യുന്നത് മുതൽ കണ്ണുകൊണ്ടാണ് ആസ്വദിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഒരു കൺസെന്റും ഇല്ലാതെ, പെണ്ണുങ്ങൾ ഒരു കൺസെന്റും ഇല്ല ഇതിന്. പെണ്ണ് അറിയണ പോലും ഉണ്ടാവില്ല, പെണ്ണിങ്ങനെ നടന്നു പോകണ്ടാവില്ല. പക്ഷെ അപ്പുറത്ത് നിന്നിട്ട് ആണുങ്ങളത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ സ്പർശനത്തിന്റെ കാര്യമായാലും ആലിംഗനത്തിന്റെ കാര്യമായാലും അല്ല, അങ്ങനെ തന്നെയാണ്. അത് ആ രീതിയിൽ പുരുഷന് അനിയന്ത്രിതമായ ലൈംഗികാസ്വാദനത്തിന് അവസരങ്ങൾ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ജെൻഡർ ന്യൂട്രൽ സ്പേസുകൾ ചെയ്യുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ഹോസ്റ്റലുകൾ വരാൻ പോവാണ്. ആ ഹോസ്റ്റലുകൾ ജെൻഡർ ന്യൂട്രൽ ആവണം എന്നാണ് പുതിയ പോളിസി. ഹോസ്റ്റൽ ജെൻഡർ ന്യൂട്രൽ ആവാന്ന് പറഞ്ഞാൽ എന്താ, ഇവരെ സാധാരണ നിലയ്ക്ക് പിന്നെ നമ്മൾക്കെല്ലാം അറിയാം, പിന്നെ ലിസ്റ്റ് ഉണ്ടാവും, ആൺകുട്ടികളുടെ ലിസ്റ്റും പെൺകുട്ടികളുടെ ലിസ്റ്റും ഉണ്ടാവും. ഹോസ്റ്റലിൽ എങ്ങനെ റൂം അലോട്ട് ചെയ്യുക, രണ്ടാൺകുട്ടികൾ ഒരുമിച്ച് റൂമിൽ, അത് പിന്നെ രണ്ടാളുള്ള റൂമുകളാണെങ്കിൽ ആൺകുട്ടികളെ ഒരുമിച്ച് റൂമിലും പെൺകുട്ടികളെ ഒരുമിച്ച് റൂമൊക്കെ ആക്കുക എന്നുള്ളതായിരിക്കും സാമാന്യ യുക്തി. പക്ഷെ ഈ ലിസ്റ്റ് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് എതിരാണ്. എന്തിനാണ് ആണുങ്ങൾക്ക് ഒരു ലിസ്റ്റും പെണ്ണുങ്ങൾക്ക് വേറെ ലിസ്റ്റും വെക്കുന്നത്? എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ആ മനുഷ്യന്മാരെന്നുള്ളവർക്ക് റൂം അലോട്ട് ചെയ്താൽ മതി. അപ്പോ സ്വാഭാവികമായ ഒരു റൂമിൽ ഒരു ആണും ഒരു പെണ്ണുമാണ് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു റൂമിൽ ആണുമാണ് വരുന്നുണ്ട്, അതിനും കുഴപ്പമില്ല. ഒരു റൂമിൽ പെണ്ണുമാണ് വരുന്നുണ്ട്, അതിനും കുഴപ്പമില്ല. ഇതാണാണ്, ഇത് പെണ്ണാണ്, അതുകൊണ്ട് അവരെ സ്വതന്ത്രമായി ഇടപഴകാൻ അനുവദിച്ചുകൂടാ, അവർ രണ്ടു കൂട്ടരെയും ഒരു സ്പേസിൽ ഇട്ടുകൂടാ എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് എതിരാണെന്നുള്ളതാണ് വാദം. നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര ഭീകരമാണെന്ന്. അപ്പോ ഒരു ഹോസ്റ്റൽ റൂമിൽ ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പറഞ്ഞേക്കാം, അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. അതല്ലാതെ അവരുടെ ജെൻഡർ നോക്കിയിട്ട് അവരെ ഏത് റൂമിൽ നിന്ന് തീരുമാനിക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് എതിരാണ്. ഇത് ആർക്കാ ലാഭം? ആർക്കാണ് ഇത് പിന്നെ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നത്? ഇത് ആരെയാണ് സഹായിക്കുന്നത്? ഇത് ഏതർത്ഥത്തിലാണ് പെൺപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടാകുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ ലിംഗവിവേചനം അല്ലത്, അത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇസ്ലാം അനിയന്ത്രിതമായി സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാൻ പാടില്ല. പല രംഗങ്ങളിലും സ്ത്രീകൾക്ക് വേറെ സ്പേസ് വേണം, ആണുങ്ങൾക്ക് വേറെ സ്പേസ് വേണം. ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഭീകരമായ അതിപിന്തിരിപ്പൻ നായായിട്ടാണ് അവരെ അവതരിപ്പിക്കുക. എന്നിട്ട് അതിനൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ കാണണം. ആഫ്രിക്കയിൽ, കൊളോണിയൽ ആഫ്രിക്കയിൽ വൈറ്റ്സിന് ഒരു ഏരിയ ഉണ്ടായിരുന്നു, ബ്ലാക്സിന് വേറെ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോ കറുത്ത മനുഷ്യന്മാരുടെ ഇടയിൽ വെളുത്ത മനുഷ്യന്മാർ വരൂല, അല്ലെങ്കിൽ വെളുത്ത മനുഷ്യന്മാരുടെ സ്ഥലത്തേക്ക് കറുത്ത മനുഷ്യന്മാർക്ക് കയറാൻ പറ്റില്ല. ഇതാണ് ചരിത്രത്തിലെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ആ സെഗ്രിഗേഷൻ പോലെയാണ് പോലും ആണിനും പെണ്ണിനും വേറെ വേറെ സ്ഥലം ഉണ്ടാവുന്നത്.
ആണിനും പെണ്ണിനും വേറെ വേറെ ടോയ്ലറ്റ് ഉണ്ടാവുന്നത്, വേറെ വേറെ ഹോസ്റ്റൽ ഉണ്ടാവുന്നത്, പിന്നെ പരസ്പരം ഇടകലർന്നിരിക്കാതെ വേറെ വേറെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവുന്നത് ശരിക്കും ബ്ലാക്സിനും വൈറ്റ്സിനും വേറെ വേറെ ആക്കിയതുപോലെ അല്ല. അത് എന്തുകൊണ്ടാണ്? പുരുഷൻ പ്രകൃതിപരമായി തന്നെ പെണ്ണിനെ അവളുടെ അനുവാദമില്ലാതെ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുമെന്നതുകൊണ്ട് അതിനുള്ള സാധ്യതകളിൽ കൊട്ടിയടച്ച് പെണ്ണിനെ സംരക്ഷിക്കണത്. പെണ്ണിനെ സംരക്ഷിക്കുകയാണ്. ആ പെണ്ണിന് അവൾ നിയമപരമായി വിവാഹം കഴിച്ച ആൾ മാത്രമാണ് തന്നെ അനുഭവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള തരത്തിലുള്ളൊരു സാമൂഹ്യ ക്രമം പെണ്ണിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. തീർത്തും പെൺപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിയമമാണിത്. നമ്മളെ നാട്ടിലുള്ള ഇതെല്ലാം പുറത്ത് മാത്രമല്ല, ഉള്ളിലും വിപ്ലവമാണ്. സമുദായത്തിന്റെ ഉള്ളിൽ പള്ളിയിൽ എങ്ങനെയാണ്? ആണുങ്ങൾ മുന്നിൽ സൊഫിൽ, പെണ്ണുങ്ങൾ ബാക്കിൽ സൊഫിൽ. ഇതെന്ത് ദീനാണ്, ഇതെന്ത് സമത്വമാണ്? പടച്ചോൻ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് സൊഫിൽ ആണും പെണ്ണും ഇടകലർന്ന് നിന്നോട്ടെ. അങ്ങനത്തെ ഒരു ജെൻഡർ ന്യൂട്രൽ ഇസ്ലാമും ജെൻഡർ ന്യൂട്രൽ പള്ളി സംസ്കാരവും നമ്മളെ നാട്ടിൽ ഉണ്ടാകണം എന്ന് ഇൻസ്റ്റാഗ്രാമിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി പെൺകുട്ടികളാണ്. ഈ സാധു പെൺകുട്ടികളെ വിമോചനം വിപ്ലവം ഉണ്ടാക്കുന്നതാണ് ഓരോ വിചാരം. പള്ളി എന്ന് പറയുന്നത് പള്ളിയിൽ തൊട്ട് ചുമലുകൾ ചേർന്ന് കാലുകൾ ചേർന്ന് ആണും പെണ്ണും ഇടകലർന്ന് ഒരുമിച്ച് നിന്നാൽ അതുവഴി എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിയമങ്ങൾ ആ രീതിയിൽ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഞാൻ പറയണത് എന്താ വെച്ചാൽ ആകാശം ഇടിഞ്ഞു വീണതല്ല പ്രശ്നം. അവിടെ പുരുഷൻ എന്ന് പറയുന്നത് വളരെ വളരെ നിങ്ങളുടെ അറിവോ അനുവാദമോ പോലും ഇല്ലാതെ പെൺകുട്ടികളെ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന, വസ്തുവൽക്കരിക്കുന്ന, അതിൽ നിന്ന് ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി സ്വതന്ത്രമായി ഇടകലരാനുള്ള അവസരങ്ങളെ ഇസ്ലാം നിഷേധിക്കുന്നത്. അത് അനുവദിക്കുന്നവർ പെണ്ണിനെ സഹായിക്കുകയേ അല്ല ചെയ്യുന്നത്.